2025 ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും മരിക്കുമെന്നും പിന്നീടത് കുറേശ്ശെയായിട്ട് മനുഷ്യവംശം നശിച്ച് ഏതാനും നൂറ്റാണ്ടുകൾ കൊണ്ട് മനുഷ്യൻ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാവുകയും ചെയ്യുമെന്ന്, അങ്ങനെ ഒരു യുദ്ധമുണ്ടാകുന്ന സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും ചൈന റഷ്യയുടെ ഭാഗത്ത് നിൽക്കും. അപ്പം ലോകത്തിലെ വലിയ മേജർ ശക്തികളായിട്ട് നടന്ന ഒരു ഭാഗത്ത് അവിടെ ഉറങ്ങിക്കിടന്ന ഇസ്രായേലിൻ്റെ അടുത്തേക്ക് ഹമാസ് പോയിട്ട് ചൊറിഞ്ഞു. എന്നിട്ട് അവർ തിരിച്ച് അവരുടെ കൂട്ടിപ്പോയി ഒളിച്ചു. ഇസ്രായേൽ കൂടടച്ച് കത്തിച്ചു. ഇപ്പോഴത്തെ യുദ്ധങ്ങളൊന്നും പട്ടാളക്കാരുടെ എണ്ണം കൊണ്ടല്ല നിശ്ചയിക്കപ്പെടുന്നത്, അതിൻ്റെ ഇലക്ട്രോണിക് വാർഫെയറിലുള്ള സ്കില്ല്, അതാണ് ഒന്നാമത്തെ കാര്യം. മരണം എന്നുള്ളത് എപ്പോഴാണെങ്കിലും സംഭവിക്കേണ്ട ഒരു സംഗതിയാണ്. അത് ഇന്ന് സംഭവിക്കുമോ നാളെ സംഭവിക്കുമോ എന്നതിനെ സംബന്ധിച്ച് ഉത്കണ്ഠപ്പെടേണ്ടതില്ല എന്ന് ഏറ്റവും വ്യക്തതയോടെ പറഞ്ഞത് ക്രിസ്തുവാണ്. ഉത്കണ്ഠ മൂലം നിങ്ങളുടെ ആയുസ്സിൻ്റെ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് നീട്ടിവെക്കാനാവില്ല. സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. സമീക്ഷ. ഈ ലോകാവസാനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും മനുഷ്യരെ സംബന്ധിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. ഈവൻ ബൈബിൾ കാലഘട്ടത്തിലാണെങ്കിൽ പോലും യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാരെ വിചാരിച്ചത് വളരെ ചെറിയൊരു കാലഘട്ടം കൊണ്ട് അവരുടെ ആയുഷ്കാലത്ത് തന്നെ ലോകാവസാനം സംഭവിക്കും എന്നാണ്. അപ്പോൾ ഈ ലോകാവസാനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു ഹോട്ട് സബ്ജക്റ്റാണ്. ഇപ്പോൾ ഞാൻ ഐ എം 60 years old. ഞാൻ ഇതിനിടയിലൂടെ തന്നെ ഒരു 2012 ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ ഒരു കൂട്ടരെ കണ്ടിട്ടുണ്ട്. 1981 ലോകം അവസാനിക്കുമെന്ന് പറയുന്ന ഒരു കൂട്ടരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തരം ലോകാവസാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ പേരിലൊക്കെ ആദ്യമെടുത്ത് നടക്കുന്ന മനുഷ്യർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ വന്നൊരു ന്യൂസ്, ഒരു ബൾഗേറിയൻ ആസ്ട്രോളജർ, അദ്ദേഹത്തിൻ്റെ പേര് ബാബ വങ്ക എന്നാണ്. പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല, ബൾഗേറിയൻ പേരാണ്. ഇപ്പം ബാബ വങ്ക എന്ന് പറഞ്ഞാൽ അദ്ദേഹം 1911 ജനിച്ച് 1996 മരിച്ചുപോയൊരു മനുഷ്യനാണ്. ഏകദേശം 25 വർഷം മുമ്പ് മരിച്ചുപോയി. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സെക്കൻഡ് വേൾഡ് വാറും മറ്റ് പല കാര്യങ്ങളും വളരെ കൃത്യതയോടെ പ്രവചിച്ച ആളാണത്രേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2025 ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും മരിക്കുമെന്നും പിന്നീടത് കുറേശ്ശെയായിട്ട് മനുഷ്യവംശം നശിച്ച് ഏതാനും നൂറ്റാണ്ടുകൾ കൊണ്ട് മനുഷ്യൻ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മനുഷ്യൻ കുറേശ്ശെയായി ഈ ഭൂമുഖത്ത് നിന്ന് നശിക്കും എന്നുള്ളത് മനുഷ്യരുടെ ഇന്നത്തെ കയ്യിലിരിപ്പ് വെച്ച് നമുക്ക് ഏകദേശം പറയാൻ പറ്റും. അതിന് പ്രത്യേകിച്ചൊരു പ്രവചനത്തിൻ്റെ കാര്യമില്ല. കാരണം പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പ്രസവിക്കാനുള്ള താല്പര്യമില്ലായ്മയും നമ്മുടെ എൻവയോൺമെൻറ്റിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന അതിഭീകരമായ പൊല്യൂഷനും ഇങ്ങനത്തെ പല വിഷയങ്ങൾ കൊണ്ട് തന്നെ മനുഷ്യവംശം ഏതാനും നൂറ്റാണ്ടുകൾ കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഗുഡ് ബൈ പറയുമെന്ന് കോമൺ സെൻസുള്ള ആളുകൾക്കൊക്കെ ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ തിരുത്തേണ്ടി വരും. നമ്മൾ തിരുത്തിയാൽ മതി, വേറെ ആരും വന്നിട്ട് നമ്മളെ തീർക്കില്ല. നമ്മൾ തന്നെത്താനാണ് ഇതിനുള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത്. മറ്റ് 2025 ലോകം അവസാനിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചത്, അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ നടത്തുന്ന ഒരു സംഗതിയാണ്. അപ്പം എന്താണ് ശരിക്കും 2025 ലോകം അവസാനിക്കാൻ തക്ക സാഹചര്യങ്ങൾ നിലവിലുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഇതിനെക്കുറിച്ച് പല സ്ഥലത്തും പല ആർട്ടിക്കിൾസും എഴുതപ്പെട്ടതായിട്ട് കണ്ടു. അപ്പോൾ അതിൽ ഏറ്റവും ഒന്നാമതായി എഴുതപ്പെട്ടതായി കണ്ടത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം. അതിപ്പോൾ കുറച്ച് സൈലൻ്റായിട്ട് നമ്മൾ ഡിസ്കഷനിൽ വരുന്നില്ല, പക്ഷേ യുദ്ധം ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ യുദ്ധം വളർച്ച പ്രാപിക്കുക, അത് യൂറോപ്യൻ യൂണിയനും റഷ്യയുമായുള്ള ഒരു യുദ്ധമായി മാറും എന്ന്. യൂറോപ്യൻ യൂണിയനും റഷ്യയുമായിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ വേൾഡ് വാർ. അങ്ങനെ ഒരു യുദ്ധമുണ്ടാകുന്ന സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും ചൈന റഷ്യയുടെ ഭാഗത്ത് നിൽക്കും. അപ്പം ലോകത്തിലെ വലിയ മേജർ ശക്തികളായിട്ട് നടന്ന ഒരു ഭാഗത്ത് യൂറോപ്പ് എന്ന് പറയുന്നത് ഒരു ശക്തിയായിട്ട് കൂട്ടാം. സ്വാഭാവികമായിട്ടും അമേരിക്ക അതിൽ അലൈൻ ചെയ്യും. അപ്പോൾ അത്തരത്തിലൊരു യുദ്ധം വന്നാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചുള്ള ആയുധങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള രാജ്യങ്ങളുടെ കയ്യിൽ ഇന്ന് സ്റ്റോക്കുള്ള ആണവ ആയുധങ്ങൾ ഉപയോഗിച്ച് ലോകത്തിനെ ഏകദേശം 100 വട്ടം, ഭൂമിയെ 100 വട്ടം നശിപ്പിക്കാനുള്ളത് കയ്യിലുണ്ടെന്നാണ്. 100 വട്ടം, ഒരു വട്ടമല്ല,
100 വട്ടം, ഒരുത്തനെ ഒരു പ്രാവശ്യം കൊല്ലാൻ പറ്റുള്ളൂ, അങ്ങനെ 100 തവണ കൊല്ലാൻ മാത്രമുള്ള ആണവായുധങ്ങൾ ആണവശക്തികളുടെ കയ്യിൽ, നമ്മളടക്കം ആണവശക്തിയാണ്, ഇന്ത്യ അടക്കം ആണവശക്തിയാണ്, ആണവശക്തികളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് എത്തുകയും അത് ഇത്തരത്തിൽപ്പെട്ട ഒരു ആത്മഹത്യയിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ള ഒരു വീക്ഷണമാണ് ഒരു ഭാഗത്ത് കേട്ടത്. വേറൊരു ഭാഗത്ത് കണ്ടത് ദിസ് അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ്, പലസ്തീനിൽ നടക്കുന്ന യുദ്ധം. അതിനെ ഒരു യുദ്ധം എന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല. പിന്നെ പലസ്തീനികൾ ഇസ്രായേലിനെ പേടിച്ചൊറഞ്ഞു. ഇസ്രായേൽ അതിഭീകരമായിട്ട് അവർ റിയാക്ട് ചെയ്തു. വാസ്തവത്തിൽ അവരുടെ ഭയത്തിൽ നിന്നാണ് അവർ അത്തരത്തിലൊരു റിയാക്ഷനിലേക്ക് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെയും അവരുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ സ്ത്രീകൾക്കും സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ ഈ ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാതെ അവർക്ക് നിവൃത്തിയില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ അവർ ഈ പണ്ട് സ്വാമി ചെയ്ത ഒരു പണിയുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു സ്വാമിയുടെ ഒരു കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ താടിയിൽ, അദ്ദേഹം ഒന്നിനെയും കൊല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താടിയിൽ ഒരു നിസർ ഇങ്ങനെ കയറി, വലിയ താടിയാണ്, വലിയ താടിയിൽ ഒരു നിസർ കയറി. അപ്പോൾ ഈ നിസർ ഇറങ്ങിപ്പോകാൻ വേണ്ടി പുള്ളി പല പണി നോക്കിയിട്ട് പോകുന്നില്ല, താടിക്കകത്ത് കയറി ഒളിച്ചിരിക്കുക. അപ്പോൾ ഇതിനെ പിന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ സാധനം ചത്തുവും, കഠിനമായിട്ട് പിടിക്കാനൊക്കെ ശ്രമിച്ച് ചത്തുവും, ഒരു ഉറുമ്പല്ലേ. അപ്പോൾ അദ്ദേഹം ഒന്നിനെയും കൊല്ലാത്ത ആളാണ്. അപ്പോൾ അദ്ദേഹം എന്നാൽ പിന്നെ ഇത് ഇറങ്ങിപ്പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഉറുമ്പിൻ്റെ കൂട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഈ താടി ഇങ്ങനെ വെച്ചു കൊടുത്തു. അപ്പോൾ എന്താണ്ടായെന്ന് നമുക്കറിയാം, ഉറുമ്പ് മൊത്തമായിട്ട് താടിയിലേക്ക് കയറുകയും ഈ സ്വാമീനെ കടിക്കുകയും, അപ്പോൾ സ്വാമി ഇങ്ങനെ തിരുമ്മി അതുകൊണ്ട് ആ ഉറുമ്പുകൾ മൊത്തമായിട്ട് ചത്തുപോവുകയും ചെയ്തു എന്നുള്ളതാണ് കഥ. ഏകദേശം ഇതിന് സമാനമായൊരു കാര്യമാണ് ഇപ്പം പിന്നെ ഇസ്രായേലിൽ സംഭവിച്ചത്. അവിടെ ഉറങ്ങിക്കിടന്ന ഇസ്രായേലിൻ്റെ അടുത്തേക്ക് പിന്നെ ഹമാസ് പോയിട്ട് ചൊറിഞ്ഞു. എന്നിട്ട് അവർ തിരിച്ച് അവരുടെ കൂട്ടിൽ പോയി ഒളിച്ചു. ഇസ്രായേൽ കൂടടച്ച് കത്തിച്ചു. അത്രയും സംഭവിക്കണം. കൂടടച്ച് കത്തിക്കുമ്പം എല്ലാവർക്കും പരിക്ക് പറ്റും. ഈ ചെയ്തവർക്ക് മാത്രമല്ല, ചെയ്തവരുടെ കൂട്ടത്തിലുള്ള അവരുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ സ്ത്രീകൾക്കും എല്ലാവർക്കും പരിക്ക് പറ്റും. അപ്പം ഞങ്ങളുടെ സ്ത്രീകളെ കൊന്നേ, കുഞ്ഞുങ്ങളെ കൊന്നേന്ന് പറഞ്ഞ് കരയും. എന്നിട്ട് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് യുദ്ധം ചെയ്യും. അതവിടെ സംഭവിക്കുന്നത്. അപ്പം പിന്നെ ഈ സാധനം ഇത് വളർന്നു വന്ന് ഇറാൻ ഇതിനകത്ത് ഇടപെടുമെന്നും, അങ്ങനെ ഇറാൻ അതിലിടപെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും വീണ്ടും അതൊരു ചേരിയിലേക്ക് ഫോം ചെയ്യും. അപ്പം ചൈന അതിലേക്ക് അലൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും, അങ്ങനെ അത് ഒരു സ്വാഭാവികമായിട്ടും ചൈന അതിൽ വന്നു കഴിഞ്ഞാൽ അമേരിക്ക അതിൽ വരും. ഇപ്പം ഇസ്രായേലിന് താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടാൽ ആ നിമിഷം അമേരിക്ക അവിടെ പ്രത്യക്ഷപ്പെടും എന്നുള്ളത് കോമൺ സെൻസാണ്. കാരണം ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് അമേരിക്കയ്ക്ക് 50 സ്റ്റേറ്റുകളാണ്. അമേരിക്ക എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് 50 സ്റ്റേറ്റാണ്. അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റാണ് ഇസ്രായേൽ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. കാരണം അമേരിക്കയുടെ ഒരു സ്റ്റേറ്റിനെ ആക്രമിക്കുന്നത് പോലെയാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അമേരിക്ക പരിഗണിക്കുക. സ്വാഭാവികമായിട്ടും അത് ഒരു വേൾഡ് ഒരു ക്രൈസിസിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ഇനി മൂന്നാമത് പറയുന്ന ഒരു സംഗതി ഇന്ത്യയുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ചൈന നിരന്തരമായിട്ട് ഇന്ത്യയുടെ ബോർഡറിൽ വന്ന് പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്. ഇത് നമ്മൾ അറിയുന്നത് പോലെ അല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചൈന ഇന്ത്യയുടെ ബോർഡറിൽ അവരുടെ J-20 എന്ന് പറയുന്ന വിമാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നു. J-20 എന്നുള്ളത് ചൈന സ്വന്തം ഡെവലപ്പ് ചെയ്തിട്ടുള്ള വേൾഡ് ക്ലാസ് ഫൈറ്റർ ജെറ്റുകളാണ്. ഇതിനെ പ്രതിരോധിക്കാനായിട്ടാണ് നമ്മൾ ഫ്രാൻസിൽ നിന്ന് റാഫേൽ വിമാനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അല്ലാതെ പാകിസ്ഥാൻ എന്ന് പറയുന്ന കൊലപ്പടക്കത്തിനെ പേടിച്ചിട്ടല്ല നമ്മൾ റാഫേൽ വിമാനം വാങ്ങിക്കുന്നത്. ചൈന എന്ന് പറയുന്ന ഭീമനെ പേടിച്ചിട്ടാണ്. അപ്പം ചൈന പിന്നെ ഇന്ത്യയുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഇറങ്ങിയാൽ അതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും? 140 കോടി ജനം വസിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ചൈനയുടെ മുമ്പിൽ നമുക്ക് തല കുടിക്കാനാവില്ല. ചൈനയുടെ പവറിന് മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല. നമ്മളെ കഴിഞ്ഞ് ഏകദേശം 5 ഇരട്ടിയോളം സൈനിക ശേഷിയുണ്ട് ചൈനയ്ക്കെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അത്തരം എന്ന് പറഞ്ഞാൽ എയർഫോഴ്സ് പോലുള്ള സംവിധാനങ്ങൾ, പട്ടാളത്തിൻ്റെ എണ്ണത്തിലല്ല. ഇപ്പോഴത്തെ യുദ്ധങ്ങളൊന്നും പട്ടാളക്കാരുടെ എണ്ണം കൊണ്ടല്ല നിശ്ചയിക്കപ്പെടുന്നത്. അതിൻ്റെ ഇലക്ട്രോണിക് വാർഫെയറിലുള്ള സ്കില്ല്, അതാണ് ഒന്നാമത്തെ കാര്യം, ഇലക്ട്രോണിക് വാർഫെയറിലുള്ള സ്കില്ല്. ഇപ്പം ചൈന ഈ അടുത്ത കാലത്ത് നമ്മളുടെ ബോംബെയിലെ ഇലക്ട്രിസിറ്റി ഗ്രിഡ് അവർ ചൈനയിൽ നിന്ന് ജാം ചെയ്തു. അപ്പം നമ്മളുടെ ബോംബെയിൽ ഒരു പെട്ടെന്ന് ഇലക്ട്രിസിറ്റി പോയി, മൊത്തത്തിൽ ഇലക്ട്രിസിറ്റി പോയി. അപ്പോൾ ഇതെങ്ങനെ ഇലക്ട്രിസിറ്റി പോയി? അപ്പോൾ സാധാരണ ഒരു പിന്നെ കറണ്ട് പോക്കായിട്ടാണ് അതിനെ പരിഗണിച്ചത്. അപ്പോൾ സാധാരണ കറണ്ട് പോയി കഴിഞ്ഞാൽ ഉടനെ പിന്നെ അവിടെ ചീഫ് സെക്രട്ടറി ആരെങ്കിലും ഒന്ന് വിളിക്കും. കാരണം വലിയ ബോംബെ പോലത്തെ ഒരു സിറ്റിയാണ്, മെട്രോ സിറ്റി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സിറ്റിയാണ്. അവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ കറണ്ട് പോയത്, ആ ട്രാൻസ്ഫോമർ പൊട്ടിയോ, ഈ ട്രാൻസ്ഫോമർ പൊട്ടി, ഇത് പലതരത്തിലും അന്വേഷിച്ചിട്ട് പിടികിട്ടുന്നില്ല. അപ്പം US നിന്ന് കറണ്ട് പോയ സമയത്ത് തന്നെ അവിടുന്ന് പിന്നെ നാസയുടെ ഏജൻസിയെ വിളിച്ച് പറഞ്ഞു ചൈനയാണ് ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത്. നമുക്കത് ബോധ്യമൊന്നുമില്ല. പിന്നീട് നമ്മളിത് പരിശോധിച്ച് അതിൻ്റെ സോഫ്റ്റ്വെയർ റെക്ടിഫൈ ചെയ്ത് കറണ്ട് കൊണ്ടുവന്ന്, അത് വിദേശ സഹായത്തോടെയാണ് സോഫ്റ്റ്വെയർ റെക്ടിഫൈ ചെയ്ത് കറണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലായി ഇത് ചൈനയാണ് ചെയ്തത്. അപ്പോൾ ചൈന വാസ്തവത്തിൽ നമ്മളെ ഒന്ന് പഠിപ്പിക്കുകയാണ്. അവർ വേണ്ടി വന്നാൽ നമ്മളുടെ ഏത് മേഖലയിലും അവർക്ക് ഇടപെടാൻ കഴിയുമെന്ന് അവർ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം യുദ്ധം എന്ന് പറയുന്നത് ഈ
ആകാശത്തിൽ കൊണ്ടുവന്ന് ബോംബിടുന്നതോ അല്ലെങ്കിൽ പട്ടാളക്കാർ തമ്മിൽ വെടിവെക്കുന്നതോ ഒരു ടാങ്ക് നീങ്ങിപ്പോകുന്നതോ മാത്രമല്ല യുദ്ധം. ഇന്ന് യുദ്ധത്തിൻ്റെ കാര്യം മാറി. അപ്പോൾ ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിലുമൊക്കെ നമ്മളെ കഴിഞ്ഞ് വളരെ അഡ്വാൻസ്ഡാണ് അവർ. പട്ടാളക്കാരുമായിട്ടുള്ള യുദ്ധത്തിലാണെങ്കിലും അവർ നമ്മളെ കഴിഞ്ഞ് മേൽക്കൈയുണ്ട്, എയർഫോഴ്സ് നമ്മളെ കഴിഞ്ഞ് വളരെയേറെ മേൽക്കൈയുണ്ട്. പക്ഷേ അത്തരമൊരു രാജ്യം നമ്മുടെ യുദ്ധത്തിന് നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റും? നിശ്ചയമായിട്ടില്ല, നമുക്ക് തോറ്റു കൊടുക്കാനാവില്ല. നമ്മൾ വളരെ പാരമ്പര്യമുള്ളൊരു രാജ്യമാണ്. വേറൊരു രാജ്യം വന്നാൽ നമ്മൾ മരണം അല്ലെങ്കിൽ യുദ്ധം എന്നുള്ള 2 ഓപ്ഷൻസ് നമുക്കുള്ളൂ. തോൽക്കുക എന്നൊരു ഓപ്ഷൻ ഇല്ല. സ്വാഭാവികമായിട്ടും നമ്മളും ഒരു ആണവ ശക്തിയാണ്. അപ്പോൾ ഇന്ത്യ ഏത് തരത്തിൽ റിയാക്ട് ചെയ്യും? ആണവായുധങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ 2ഉം ഈക്വൽ പവറാണ്. ആണവായുധങ്ങൾക്ക് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഒരിക്കൽ കൊല്ലുന്നതും 100 തവണ കൊല്ലുന്നതിനും ഒരേ ഇഫക്റ്റാണ്. അപ്പോൾ ഒരുത്തൻ്റെ 10 ബോംബേ ഉള്ളൂ, മറ്റേ 100 ബോംബുണ്ട്, ഒരു കാര്യമില്ല. ഒറ്റ ബോംബുകൊണ്ട് തന്നെ കാര്യം തരും. അപ്പോൾ അതുകൊണ്ട് അത് ലോകം ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്. ചൈന ലോകത്തിലെ ഞാനീ പറഞ്ഞ എല്ലായിടത്തും ചൈന ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇസ്രായേലുമായിട്ടുള്ള വാർഫെയർ പറഞ്ഞപ്പോൾ അവിടെ ഇറാൻ്റെ ഭാഗത്ത് ചൈനയുണ്ട്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഈ റഷ്യയുടെ ഭാഗത്ത് ചൈനയുണ്ട്. ഇന്ത്യയും ആയിട്ടുള്ള വിഷയം വരുമ്പോഴും അവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ചൈനയാണ്. ഇനി ചൈന തന്നെ ഉണ്ടാക്കുന്ന വിഷയമുണ്ട്, തായ്വാൻ വിഷയം. ഇപ്പം ഹോങ്കോങ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള, എൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും പരിചയമുള്ള, നമ്മളുടെ ഏഷ്യയിലെ ഈ പ്രദേശത്ത് ഏറ്റവും പ്രമുഖമായ സിറ്റി, സിംഗപ്പൂരിനേക്കാൾ വലിയ സിറ്റിയായിരുന്നു ഹോങ്കോങ്. ഇന്ന് ഹോങ്കോങ് എവിടെ? അത് ബ്രിട്ടൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ദ്വീപായിരുന്നു. ആ ബ്രിട്ടൻ്റെ കയ്യിലുള്ള ദ്വീപ് 2000 ആണ്ടിൽ ഒരു കരാറിൻ്റെ ഭാഗമായി ചൈനയ്ക്ക് കൈമാറി. അന്ന് മുതൽ ഹോങ്കോങ് മാധ്യമങ്ങളിൽ നിന്ന് തീർന്നു. ഹോങ്കോങ് ഇല്ല. ചൈന എങ്ങനെയാണ്? ചൈനയിൽ ചെല്ലുന്ന സാധനങ്ങൾ അവരങ്ങ് വിഴുങ്ങിക്കളയും, പിന്നെ അതില്ല. തായ്വാനും ഇതേ അവസ്ഥയിലേക്കാണ് പോകുന്നത്. തായ്വാനെ ചൈനയ്ക്ക് വിഴുങ്ങണം, ചൈന അത് സമ്മതിക്കുന്നില്ല. സെമി കണ്ടക്ടർ ബിസിനസ്സിൽ ലോകത്തിലെ നമ്പർ 1 ആണ് തായ്വാൻ. സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുകളുടെ എസെൻഷ്യൽ പാർട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ തായ്വാനെ വിഴുങ്ങിക്കഴിഞ്ഞാൽ ലോകത്തിലെ കമ്പ്യൂട്ടർ വ്യവസായം എന്ന് പറയുന്നതിന് വളരെ വലിയ രീതിയിൽ അത് ബാധിക്കും. സ്വാഭാവികമായും തായ്വാൻ്റെ ഭാഗത്ത് അമേരിക്കയുണ്ട്. അപ്പം ചൈന തായ്വാനെ വിഴുങ്ങാനൊരു ശ്രമം നടത്തിയാൽ, തായ്വാൻ ചെറിയൊരു രാജ്യമാണെങ്കിൽ കൂടി ആത്മാഭിമാനമുള്ള മനുഷ്യരാണ്. അവർ ചൈനയ്ക്കെതിരെ പൊരുതി കഴിഞ്ഞാൽ അമേരിക്ക ഒരു ഭാഗം പിടിച്ചാൽ സ്വാഭാവികമായിട്ടും അവിടെയും വലിയൊരു കോൺഫ്ലിക്റ്റിനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത്തരം യുദ്ധങ്ങളൊക്കെയാണ് ഇവരുടെ ഈ പ്രവചനത്തിന് ഉപോദ്ബലകമായി, അല്ലെങ്കിൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ലോകം ചൂണ്ടിക്കാണിക്കുന്ന സംഗതികൾ. പക്ഷേ ഇതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മനുഷ്യന് കോമൺ സെൻസ് ഉണ്ട്. ഒരു ആണവ യുദ്ധത്തിലേക്ക് പോയാൽ സ്വയം മരിക്കുക എന്നുള്ളത്, വായിൽ പടക്കം വെച്ച് പൊട്ടിക്കുന്ന പോലത്തെ പരിപാടിയാണത്. ഈ ആണവായുധങ്ങളുള്ള എല്ലാവർക്കും ഓട്ടോമാറ്റിക് സംവിധാനങ്ങളുണ്ട്. അവരുടെ രാജ്യത്ത് ഒരു ആണവായുധം വീണാൽ ആ രാജ്യം പൂർണ്ണമായി തകർന്നു പോയാൽ പോലും ആ ആണവായുധം എവിടെ നിന്ന് പുറപ്പെട്ടു വന്നു എന്ന ട്രാക്ക് കണ്ടുപിടിച്ച് ആ സ്ഥലത്ത് കൊണ്ടുപോയി വേറെ ഒരു അണുവായുധം നിക്ഷേപിക്കാനുള്ള ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ എല്ലാ ആണവ ശക്തികളുടെ കയ്യിലുമുണ്ട്. ഇതെല്ലാ ആണവ ശക്തിയുടെ കയ്യിലുമുണ്ട്. ഒക്കെ മിസൈൽസൊക്കെ റെഡിയാണ്. ഒക്കെ അണ്ടർഗ്രൗണ്ട് ക്യാബിൻസിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരാവശ്യം വന്നാൽ അത് അങ്ങ് തുറക്കും, ഈ സാധനം അങ്ങ് പോവും. അത് എവിടെ നിന്നാണോ ഇങ്ങോട്ട് വന്നത് ആ സ്ഥലം ട്രാക്ക് ചെയ്ത് പോയിട്ട് അവിടെ അത് പോയി വീഴും. അതിനുള്ള സംവിധാനങ്ങൾ എല്ലാ ആണവ ശക്തിയുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ വായിൽ പടക്കം വെച്ച് പൊട്ടിക്കുന്ന പോലത്തെ പരിപാടിയാണ്. അതിന് കോമൺ സെൻസിൽ ആളുകൾ നിൽക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും ലോകാവസാനം എന്നുള്ളതൊക്കെ ഒരു തമാശയാണെന്ന് വിചാരിക്കുക. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം എന്താവുമെന്നതിനെക്കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ലോകാവസാനം എന്ന് പറയുന്നത് ഉത്കണ്ഠകളുടെ കൂടി അവസാനമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ബഹളം വെക്കുന്നതിനും ഒന്നും യാതൊരു കാര്യവുമില്ല. ഒരു കോമിക്ക് കാണുന്നത് പോലെ എന്ന് വിചാരിച്ചാൽ മതി. മരണം എന്നുള്ളത് എപ്പോഴാണെങ്കിലും സംഭവിക്കേണ്ട ഒരു സംഗതിയാണ്. അത് ഇന്ന് സംഭവിക്കുമോ നാളെ സംഭവിക്കുമോ എന്നതിനെ സംബന്ധിച്ച് ഉത്കണ്ഠപ്പെടേണ്ടതില്ല എന്ന് ഏറ്റവും വ്യക്തതയോടെ പറഞ്ഞത് ക്രിസ്തുവാണ്. ഉത്കണ്ഠ മൂലം നിങ്ങളുടെ ആയുസ്സിൻ്റെ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് നീട്ടിവെക്കാനാവില്ല. സമീക്ഷ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റു ചില വിഷയങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം.